ചേട്ടാ, ഇന്ന് നമ്മൾ ആ പിശുക്കൻ ബെല്ല സാറിന്റെ കാശ് അടിച്ചു മാറ്റാതെ വിടരുത്. ആടിന്റെ നാടകം തുടങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ട സംസാരിക്കുന്ന ആടേ, നിന്നെ ഞാനിന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പോകുക. സംസാരിക്കാൻ കഴിവുള്ള നിന്നെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. പിന്നെ ഞാൻ പ്രശസ്തനാകും. നിന്റെ പേരിൽ ഞാൻ ഒരുപാട് പണവും സമ്പാദിക്കും. സംസാരിക്കുന്ന ആടുണ്ടോ? നടക്കുന്ന കാര്യമല്ലോ പറയണോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യല്ലേ? ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം. ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ ഏതു മാസമാണ് വരുന്നത്? ഏപ്രിൽ കഴിഞ്ഞാ പിന്നെ മെയ് തന്നെയല്ലേ വരുന്നത്. ഇയാള് ശരിക്കും സംസാരിക്കുന്നുണ്ടല്ലോ. ഒരു പ്രാവശ്യം കൂടി ഇത് സംസാരിക്കുന്നത് എനിക്ക് കാണണം. വേഗം പറഞ്ഞു കൊടുക്ക്. ജൂണിന് മുന്നേ വരുന്ന മാസം ഏതാണ്? നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് ഈ ആടിനെ തരണം. ഞാൻ നിങ്ങൾക്ക് നല്ല വില തന്നെ തന്നോളാം. ഞങ്ങളുടെ ആട് വിൽക്കാനുള്ളതല്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് നല്ല വില തരാന്ന് പറഞ്ഞില്ലേ? 20,000, 40,000. വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. 50,000 രൂപ റൗണ്ട് ആക്കി തരാം. ഈ ഒരു ആടിന് ഇതിനേക്കാൾ വലിയ വില ലഭിക്കില്ല. എന്നാ ശരി, എന്റെ ആടിനെ ശ്രദ്ധിച്ചു വളർത്തണേ. ഞാൻ എന്റെ ജീവനെ പോലെയാ സ്നേഹിച്ചു ലാളിച്ചത്. ഒരു മിനിറ്റ്. അവസാനമായി ഒരിക്കൽ കൂടി ഈ ആടിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാമോ? കണ്ടില്ലേ, സാറിന് ഇപ്പോഴും വിശ്വാസമല്ലല്ലേ? ശരി, നീ പറയേണ്ട ആടേ. മനുഷ്യ കുഞ്ഞുങ്ങളും ആട്ടിൻകുട്ടികളും ആദ്യം പറയുന്ന വാക്കെന്തായിരിക്കും? അതെ ബല്ല സാറേ, ഈ സംസാരിക്കുന്ന ആടിന്റെ കഥയൊന്ന് പറഞ്ഞേ. മതിയടാ ബൽവന്ത്. ഇന്നു മുതൽ A1 ഡിറ്റക്റ്റീവ് ഏജൻസി അടച്ചുപൂട്ടി. നിങ്ങൾ രണ്ടുപേരും അവധിയെടുത്തോ. ഇത് നിങ്ങൾ കാണുന്നില്ലേ? പൊന്മുട്ടയിടുന്ന താറാവാണിത്. ഓ കഷ്ടം. ബല്ല സാറിനെ ആരോ മണ്ടനാക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് താറാവല്ല, കൊമ്പുള്ള ആടാണ് തന്നെ. പക്ഷേ സംസാരിക്കുന്ന ആടാ. ദൂരെ നാട്ടിലെ ആൾക്കാർ പോലും ഇതിനെ കാണാൻ വരും. ഇതിന്റെ ഷോയ്ക്കുള്ള ടിക്കറ്റ് വിറ്റ് ഞാനൊരു പണക്കാരനായി മാറും. മൃഗങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചാ മതി. പറ, നീ എന്താ ചെയ്യുന്നേ? കേട്ടില്ലേ, ആടുകൾ ഇങ്ങനെ ഒച്ച വെക്കുന്നേ. ഇതിനെ സംസാരിക്കാൻ അറിയില്ല. അങ്കിളിനെ ആരോ ശരിക്കും മണ്ടനാക്കിയതാ. എന്തോ? എന്റെ കാശ് മൊത്തം പോയേ. എന്റെ ജീവിതം തകർന്നേ. നാളത്തെ ഷോയ്ക്കുള്ള ടിക്കറ്റ് ഞാൻ വിറ്റ് കഴിഞ്ഞല്ലോ. ഇനി ആ ജനങ്ങളോട് ഞാൻ എന്ത് മറുപടി പറയും? ഐഡിയ. അതെ സാറേ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നന്നായി ജീവിച്ചോണ്ടിരുന്ന മനുഷ്യനെ എങ്ങനെ ബലിയാടാക്കി മാറ്റിയല്ലോ. എനിക്ക് വേണ്ടി നീ ഒറ്റ തവണ ആടായി മാറിയാ മതി. നിന്റെ സാലറിയില് 1 രൂപ വർദ്ധിപ്പിച്ചോളാം ഞാൻ. കൊള്ളാം. ഇന്നലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ഇന്ന് സാലറി വർദ്ധിപ്പിക്കുന്നുണ്ടത്രേ. അതും മൊത്തം 1 രൂപ വെച്ച്. ഇന്നലെ നമ്മൾ വല്യ മണ്ടനാക്കിയതല്ലേ? അയാളെന്ന് നാട്ടുകാരെ മൊത്തം മണ്ടനാക്കുവാണോ? നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നിവിടെ എന്ത് നാടകമാണ് നടക്കുന്നതെന്ന്. സുഹൃത്തുക്കളെ, ഞാനിത് നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കുന്നത് ഒരു അത്ഭുതമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപൊരിക്കലും കാണാത്തതുമായിരിക്കും. ഇതാണ് സംസാരിക്കാൻ കഴിവുള്ള ആട്. നിങ്ങൾ ഇതിനോട് എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം പറയുന്ന ആട്. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ മുട്ടയാണോ? ഇതെന്ത് ചോദ്യമാടോ? ആദ്യം ഓർഡർ ചെയ്തത് എന്താണോ അതാണ് ആദ്യം വന്നത്. ഇത് കൊള്ളാമല്ലോ ചേട്ടാ. ഈ ആട് ശരിക്കും സംസാരിക്കുന്നു. ചേട്ടാ, എന്തായാലും അത്ഭുതം തന്നെയാ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ആടിന് സംസാരിക്കാനുള്ള കഴിവല്ലാതെ വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ആടിനെ നൃത്തം ചെയ്യാനും അറിയാം. നിങ്ങൾ എന്താ പറയുന്നത് ബല്ല സാറേ? ഞാൻ സ്വപ്നത്തിൽ പോലും ഇതുവരെ ഡാൻസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ആടിന്റെ രൂപത്തിൽ എനിക്കൊന്നും അനങ്ങാൻ പോലും കഴിയില്ല. പ്ലീസ് ബൽവന്ത്, ഞാൻ നിങ്ങളുടെ സാലറിയിൽ 2 രൂപ കൂട്ടി തരാം. 2 രൂപയോ?
ബല്ലെ ബല്ലെ ഓയ് ബല്ലെ ബല്ലെ ഓയ് യാഹു യാഹു ഓയ് യാഹു 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 ഓയ് ബല്ലെ ബല്ലെ ഓയ് ബല്ലെ ബല്ലെ ഡിങ്ക് ഡിങ്ക് ലക്ക് ഡിങ്ക് ഡിങ്ക് അക്ക് ലക്ക് ഡിങ്ക് ഡിങ്ക് ലക്ക് ലക്ക് ഡിങ്ക് 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 ലക്ക് ഡിങ്ക് ലക്ക്. ചേട്ടാ, ഈ ആടിനെ ബല്ല സാറിന് വിറ്റത് അബദ്ധമായി പോയി. അത് സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല പാട്ട് പാടി നൃത്തവും ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണക്കാരായേനെ. ഇനിയും നമ്മൾ താമസിക്കരുത്. വരൂ, നമുക്ക് ആടിനെ പോയി തിരികെ വാങ്ങാം. ഒരാൾക്ക് വിധിച്ചതെന്താണോ അത് മാത്രമേ അയാൾക്ക് സ്വന്തമാവുകയുള്ളൂ. എല്ലാവരും ഹാൻഡ്സപ്പ് ചെയ്യൂ സുഹൃത്തുക്കളെ. ആരും ഇരിക്കുന്ന സ്ഥലത്ത് നനങ്ങരുത്. അയ്യോ, ഞാൻ കുടുങ്ങിപ്പോയല്ലോ. അയ്യോ, എന്നെ വിടൂ, എനിക്ക് കിളിയാവുന്നു. എന്നെ വിടൂ. എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഒരക്ഷരം പോലും നീ മിണ്ടിയില്ലല്ലോ. അതായത് ഡങ്ക ഡോൽക്കിമാരാണ് ബല്ലാ സാറിന് സംസാരിക്കുന്ന ആടിനെ വിറ്റതല്ലേ? അയ്യോ, അവർ അമ്മാവനെ കൊണ്ടുപോകുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓ, ഈ ആടിന് മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ. ഇനി കുറച്ചു നേരത്തേക്ക് ഇതിനെ ഒന്ന് നീ പിടിക്ക്. അയ്യോ അയ്യോ അയ്യോ. ഈ പുതിയൊരാട് എങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു? നോ ഹായ് നോ ഹലോ. നേരെ ഗ്രൂപ്പിലേക്ക് ആരാ ആടിയത്? കഷ്ടമായല്ലോ, ആടിന്റെ വേഷത്തിൽ വന്ന് കുടുങ്ങിയല്ലോ റബ്ബേ. ഈ വേഷം അഴിച്ചു മാറ്റിയിട്ട് ബാക്കി കാര്യം. വേറെ മാർഗം നോക്കാം. ഇതൊരു വിചിത്രമായ ആടാണല്ലോ. സ്വന്തം തോലിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. ഇതിനെ നമ്മൾ കൂടെ കൂട്ടരുത്. ഇതിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ സംസാരിക്കുന്ന ആടിനെ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും ആടുകളുടെ നടുവില് അമ്മാവനെ എങ്ങനെ കണ്ടെത്തും? തങ്കാട്ടുൾക്കിമാരും നോക്കുന്നുണ്ട്. വല്ല അങ്കിൾ, ഏതെങ്കിലും ഒരു ആടിനെടുത്തോണ്ട് ഓടിക്കോളൂ. അപ്പൊ അവര് വിചാരിക്കും അതായിരിക്കും സംസാരിക്കുന്ന ആടെന്ന്. അപ്പൊ അവർ അങ്കിളുടെ പിന്നാലെ വരും. ആ സമയം കൊണ്ട് ഞാനിവിടെ അമ്മാവനെ കണ്ടുപിടിക്കാം. ഓക്കെ? ചേട്ടാ, അയാൾ നമ്മുടെ സംസാരിക്കുന്ന ആടിനെ കൊണ്ട് രക്ഷപ്പെടുവാണല്ലോ. ഇത്രയും ആടുകളിൽ നിന്ന് അമ്മാവനെ എങ്ങനെ ഞാൻ കണ്ടെത്തും? ഹാ, അത്തള പിത്തള തവളാച്ചി, അത്തള പിത്തള. എന്റെ അനന്തരവാ, നീങ്ങി വന്നല്ലേ? എന്നാ തുടങ്ങിയാലോ അമ്മവാ? അത്തള പിത്തള തവളാച്ചി, ചുക്കുമറിക്കണ ചൂലാപ്പി. ഞാനാണ് അനന്തരവൻ. ഞാനാണ് അമ്മാവൻ. അത് തുള്ളി മറിയുന്നത് കണ്ടില്ലേ? ആ ആടിന് പേയ് ഇളകി എന്നാ തോന്നുന്നത്. ഓടിക്കോ. ചേട്ടാ, ഇത് നമ്മുടെ ആടല്ല ചേട്ടാ. ചേട്ടാ, ഇത് അമ്മാവന്റെ അടവാണെന്ന് തോന്നുന്നു. നമ്മുടെ ആട് വേണമെങ്കിൽ ഇനി അവരെ പിടിച്ചേ മതിയാകൂ. ആടാ. എന്തിനാണ് കുൽഫി വേസ്റ്റ് ആക്കുന്നത്? മോനെ, അതാ അത് ആടുകളുടെ നേതാവാണ്. ഇവൻ എന്നെ പലവട്ടം തൊഴിച്ച് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചിരുന്നു. ഐഡിയ. ടങ്കാട്ടോൾഗി ഇവിടെ തന്നെയുണ്ട്. നീ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്, കേട്ടല്ലോ? ഞങ്ങളെ ഒരുപാട് ഓടിച്ചതല്ലേ, അവസാനം എന്റെ കയ്യിൽ തന്നെ കിട്ടി.
ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ഓയ് അതേ അനന്തരവാ.